ക്ലാസ് കിട്ടിയതിന് ശേഷം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഇനി പഠിക്കാനുള്ള കാര്യത്തിന് ഈ ക്ലാസ് എന്തായാലും എനിക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു. ക്യാമ്പായാലും ഇവിടുത്തെ ഫുഡായാലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ കാര്യങ്ങളായാലും. പിന്നെ സുഹേർ സാറിൻ്റെ ക്ലാസ് ആയാലും ക്ലാസ് വെച്ചാൽ നമുക്ക് എന്തായാലും ഫുള്ളും മനസ്സിലാവും. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സാർ എല്ലാ ഇതും നമുക്ക് അങ്ങനെ തുറന്ന് പറഞ്ഞതാണ്. ഫ്രണ്ട്ലി ആയിട്ട് ഒന്നും പിടിച്ചു വെക്കുന്നില്ല. സാർ പറഞ്ഞോളൂ ഒന്നും പിടിച്ചു വെക്കാണ്ട് സാറിന് കയ്യിലുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സാറ് ഞങ്ങൾ കൂടിയുള്ളത് ഞങ്ങൾ ബഷീർ സാറിൻ്റെ കുഞ്ഞാക്കാൻ്റെ സ്റ്റുഡൻസ് ആണ്. കുഞ്ഞാക്കാടൻ്റെ വന്നതാണ്. അപ്പം നല്ലൊരു മെൻറ്ററാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി ഞങ്ങളിത് എന്തായാലും ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു ക്ലാസ് അടിപൊളിയായിരിക്കും. ഓക്കെ, ഹലോ ഹരിസ് ഭായ്. നമ്മൾ ഇന്ന് ടെക് കഫേ എന്ന് പറയുന്നത് നമ്മുടെ AIN മോജോ വർക്ക്ഷോപ്പിലാണുള്ളത്. നമ്മളെ സുഹൃത്തും കൂടിയാണ് ആരിസ് MT തിരുവേഗപ്പുറ. അദ്ദേഹം അലിഫ് മോറൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന വലിയ ഒരു ആഗോളതലത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന പുതിയ തലമുറയെ ഏറ്റവും നല്ല ദിശയിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഓൺലൈൻ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്യാമ്പിലെ ഒരു പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അല്ലെങ്കിൽ ഓൺലൈൻ പിന്നെ ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ഇത്തരം ഒക്കെയുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഇത്തരത്തിലുള്ള സാധ്യതകളെ കൂടുതൽ നന്നായി അപ്ലൈ ചെയ്യാം, അതിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഈ ക്യാമ്പിലൂടെ അത്തരത്തിലുള്ള സാധ്യതകൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുന്നതിന്റെ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയാം. ഓക്കെ, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് അറിയാം. ഓക്കെ, തീർച്ചയായിട്ടും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്യാമ്പാണ് ഇന്നലെയും ഇന്നും അങ്ങനെ 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ അക്കാഡമിയിലാണ് അതിൻ്റെ എല്ലാ പ്രാക്ടിക്കൽ സൈഡും നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ക്യാമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു ഏരിയയാണ്. നമ്മളൊരു പവർ പോയിന്റോ അല്ലെങ്കിൽ ഒരു WPSലോ ഒക്കെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യം കുറേ കാര്യങ്ങൾ ആലോചിച്ച് അത് ചിന്തിച്ച് അതിൻ്റെ ഒരു റിട്ടേൺ കോപ്പിയൊക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയും പെട്ടെന്ന് നൊടിയിടയിൽ നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ വളരെ ആകർഷകമായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്രിയേഷൻ എന്ന് പറയുന്നത്, വീഡിയോ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റഡി കണ്ടന്റ് അത് വീഡിയോ രൂപത്തിൽ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതും തന്നെ വളരെ ചെറിയൊരു സമയം എടുത്തുകൊണ്ട് വളരെ വലിയൊരു ക്വാളിറ്റിയിൽ നമുക്ക് കണ്ടന്റുകൾ വീഡിയോ ആയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ടൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ മേഖലയിലും, അത് ടീച്ചിങ് എന്ന് മാത്രമല്ല അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് മാത്രമല്ല, എല്ലാ ഏരിയയിലും ഏത് ഫീൽഡിലാണെങ്കിലും അവരുടെ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ, അത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ, അത് പബ്ലിഷ് ചെയ്യാൻ ഒക്കെ പറ്റുന്ന ഒരുപാട് ടൂളുകൾ നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് സുഹൈർ സാഹിബിന് എല്ലാവിധ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ബാവക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ടെക് കഫേ 3.0 നമ്മുടെ കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം പരിഗണിച്ചിട്ട് ഈ ബാച്ചിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്യാണ്, അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന്റെ ഒരു സംരംഭം, അതിന്റെ ഒരു സിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതിനും ആളുകളിലേക്ക് കാര്യങ്ങൾ മെസ്സേജ് ചെയ്യുന്ന ഒരു നല്ലൊരു എഡ്യൂക്കേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി ഉള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ബാവക്ക. അപ്പോൾ ബാവക്കയോട് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചോദിക്കാം. ഓക്കെ, എന്താണ് എങ്ങനെയുണ്ടായിരുന്നു രണ്ടാമത്തെ അനുഭവം? രണ്ടാമത്തെ ഇത് എനിക്ക് മൂന്നാമത്തേതിലും കുറച്ചുകൂടി കൂടുതൽ എനർജിയും ആവേശമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ അതിൽ എനിക്ക് കുറച്ച് സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ജോയിൻ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് സാറിൻ്റെ ടെക് 4.0 വരുന്നത്. അതിൽ മോജോ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യവും ആഗ്രഹവും ഉണ്ടായി. അങ്ങനെയാണ് വീണ്ടും ഒരു അഡ്മിഷൻ ആവശ്യപ്പെട്ട് ഇതിൽ ജോയിൻ ചെയ്തത്. എന്തുകൊണ്ടും സീരിയസ് ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. അതിന്
സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാറ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരം ഒരു സംരംഭങ്ങൾ, ഇത്തരം ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ നടത്തുന്നത്. അത് നമുക്ക് നേരിട്ട് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മളെ എല്ലാ സപ്പോർട്ടും ഭാവിയിലും ഈ സംരംഭത്തിൽ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇതുകൊണ്ട് എനിക്ക് നേരത്തെ കഴിഞ്ഞ കോഴ്സിൽ പങ്കെടുത്ത സമയത്ത് തന്നെ എൻ്റെ ബിസിനസ്സിൽ നമുക്ക് ആഡ് ചെയ്യാനും നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി ആഡ് നിർമ്മിക്കാനൊക്കെ പരിചയപ്പെടുത്തി അത് ഞാൻ ട്രയൽ ചെയ്യുകയും അത് ഉപകാരപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ബിസിനസ് രംഗത്തും എല്ലാ മറ്റ് ഫീൽഡിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതി എല്ലാ തരം ടൂൾസും നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിച്ച് അത് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഏത് തരം ആളുകൾക്കും സമൂഹത്തിലുള്ള ഏത് ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും ഇത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. മോജോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു പത്രത്തിൽ വർക്ക് ചെയ്തിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. നേരത്തെ ഒരു പ്രവാസകാരനാണ്. ഞങ്ങളുടെ പ്രവാസികളുടെ ഒരു മാസികയിലെ എഡിറ്ററായിരുന്നു 2-3 വർഷം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പത്രപ്രവർത്തനം ഒരു താല്പര്യ വിഷയമായിരുന്നു. പിന്നെ ബിസിനസ്സിലേക്ക് ആ ഫീൽഡിൽ നിന്നൊക്കെ കുറച്ച് വിട്ടുപോയി. ഇപ്പോൾ ഈ മൊബൈൽ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ഈ വാർത്തകളും ഇൻഫർമേഷനും അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളെ സമൂഹത്തിൽ. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഇടപെടൽ നടത്താൻ ഈ മോജോ വർക്ക്ഷോപ്പ് കൊണ്ട് ഉപകരിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് മീഡിയ വണ്ണിലെ ഈ ക്ലാസ്സിലേക്ക് കൂടി ഞാൻ പങ്കെടുക്കാൻ എത്തിയത്. അത് നമ്മൾ പ്രതീക്ഷയിലും അപ്പുറം മീഡിയ വണ്ണിൽ നിന്നും വളരെ സപ്പോർട്ട് കിട്ടി. സ്റ്റുഡിയോയുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ എത്തുന്നതെന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ സാധിച്ചു. മോജോ എന്ന ഒരു ഫീൽഡിൽ ഇറങ്ങി നമുക്കൊരു മൊബൈലിലൂടെയുള്ള ഒരു ജേർണലിസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസവും ഒന്നാമത്തെ ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹേൽ സാറിനോട് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നമ്മുടെ ടെക്കഫെ 4.0 AN മോജോ വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു താരം കൂടിയാണ് നമ്മുടെ ക്യാമ്പിലെ അസ്ലം തിരൂർ. അദ്ദേഹം ഒരു ഡിസൈനറാണ്. നേരത്തെ അധ്യാപന മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു സംരംഭമായി മുന്നോട്ട് പോകുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ തരത്തിലുള്ള ഒരു ക്യാമ്പ് എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കുന്നത്. ഓക്കെ, വെൽക്കം. താങ്ക് യു. ഞാൻ 8 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഡിസയർ എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് IT കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AI സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഫ്രീലാൻസ് വർക്കുകൾ, ഗ്രാഫിക് ഡിസൈനിങ്, DTP അത്തരം വർക്കുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഓൾറെഡി ടീച്ചിങ് മേഖലയിലാവുമ്പോൾ തന്നെ AI ബന്ധപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുകയും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ക്യാമ്പ് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തത്. ഈ ക്യാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള മോജോ മൊബൈൽ ജേർണലിസം കോഴ്സ് പിന്നെ മീഡിയ വണ്ണുമായി കൊളാബ് ചെയ്തുകൊണ്ട് ഇവർ നടത്തുന്നുണ്ട്. അത് വളരെ മനോഹരമായ ഒരു സെഷനുകളായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. എന്തായാലും ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്ത സുഹേർ കാക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. You have to attend this class for your future.